ഹലോ എവ്രി വൺ, നമസ്കാരം, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ കുഴപ്പമൊന്നുമില്ല, സേഫായിരിക്കുന്നു. രാവിലെ തന്നെ നമ്മൾ തുളസി ദേവിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ തുടങ്ങാം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു ബിസി ഡേ, മൊത്തത്തിൽ ബിസി ആയിട്ടുള്ള ഒരു ഡേ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോളൂ. ചില ദിവസങ്ങൾ എക്സ്ട്രീംലി ബിസി ആയിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ഞാൻ തുളസി ദേവിയുടെ ഇതിൻ്റെ മറ്റേ ഇതുണ്ടല്ലോ, ആ വിത്ത് ഇങ്ങനെ വന്ന് പൂ വന്ന് നിൽക്കുമല്ലോ, അപ്പോൾ അത് ഞാൻ എപ്പോഴും എടുത്ത് കളയാറുണ്ട്. അപ്പോൾ അത് ഞാൻ ചെരുപ്പൊന്നും യൂസ് ചെയ്യാതെയാണ് ദേവിയുടെ അടുത്തേക്ക് പോകാറുള്ളത്. എന്നിട്ട് നമ്മൾ ആ ഒരു ഇത് എടുത്ത് എപ്പോഴും മാറ്റാറുണ്ട്. പക്ഷേ ഞാൻ ഈ വിത്ത് എപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കും. ബിക്കോസ് ഇതിന്ന് എനിക്ക് ഒരുപാട് തുളസി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എടുത്ത് കളക്ഷൻ ചെയ്ത് വെച്ചതിൻ്റെ ഒരു കളക്ഷൻ തന്നെ എൻ്റെ അടുത്തുണ്ട്. അതിന്ന് ഇട്ടിട്ട് ഉണ്ടായ തുളസികളാണ് ഇതെല്ലാം നിങ്ങൾ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു തുളസി നഴ്സറി തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു ഏരിയയിൽ എനിക്ക് കറക്റ്റായിട്ടുള്ള രീതിയിൽ എന്താണ് പറയുക, വെയിലും കാര്യങ്ങളും ഒക്കെ പാകത്തിന് കിട്ടുന്നതുകൊണ്ടാണ് തുളസികൾ മുഴുവൻ ഈ ഒരു ഏരിയയിൽ ഞാൻ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് പറയുക, കൂടുതലായിട്ടുള്ള വെയിലും ഉണ്ടാവില്ല, എന്നാൽ ചൂടും ഉണ്ടാവില്ല. ചൂടിപ്പുണ്ട്, എന്നാലും വെയിൽ ഇങ്ങനെ ഫുള്ളായിട്ട് തട്ടില്ല. അപ്പോൾ എല്ലാവർക്കും രാവിലെയും വൈകുന്നേരവും നമ്മൾ വെള്ളം കൊടുക്കും. അപ്പോൾ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് 3 നേരം കൊടുക്കുന്നുണ്ട്. എല്ലാ പച്ചക്കറിക്കും എല്ലാത്തിനും 3 നേരം കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ തുളസി നഴ്സറിക്കും എല്ലാം അവിടെ വെള്ളമൊക്കെ കൊടുത്ത് എല്ലാം റെഡിയാക്കി. ബിക്കോസ് ഇത് കഴിഞ്ഞ് നമ്മുടെ രാവിലത്തെ പൂജയുണ്ട്. അപ്പോൾ രാവിലത്തെ പൂജയൊക്കെ എല്ലാം ഭംഗിയായിട്ട് ഞാൻ ചെയ്തു. ഇന്നത്തെ ഒരു ദിവസം എന്ന് നോക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ഫ്രൈഡേ ആണ്. പക്ഷേ ഇത് ഒരു ദിവസം എനിക്ക് ഒരു ഫുൾ ഡേ ബിസി ആയിട്ടുള്ളൊരു ദിവസമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ ആ ഒരു ദിവസത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ 9:30 മണിയാകുമ്പോഴേക്കും രാവിലെ 9:30 മണിയാകുമ്പോഴേക്കും ഒരു കോർപ്പറേറ്റ് ഓഫീസിലേക്ക് നമുക്ക് എന്താണ് പറയുക, ചായക്കുള്ള സ്നാക്സ് കൊടുത്തയക്കണം. അപ്പോൾ ഫിൽറ്റർ കോഫി, അതേമാതിരി തന്നെ കറക്റ്റ് ടീ, അതേമാതിരി ബാക്കിയുള്ള സ്നാക്സ്, അതാണ് അവരുടെ സ്റ്റാഫുകൾക്ക് അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 9:30 ആകുമ്പോഴേക്കും തന്നെ നമുക്ക് ഇത്രയും വലിയ സംഭവങ്ങൾ നമുക്ക് ആവണം. അപ്പോൾ രാവിലത്തെ പൂജ കഴിഞ്ഞതിന് ശേഷം ഇമ്മീഡിയറ്റായിട്ട് തുടങ്ങിയാൽ മാത്രമേ ഞാൻ ഇത്രയും സാധനങ്ങൾ എനിക്ക് ഉണ്ടാക്കി തീരാൻ പറ്റുള്ളൂ. അവരുടെ ആൾക്കാർ വന്നിട്ട് കൊണ്ടുപോകുന്നതാണ് പറഞ്ഞത്. അവർ ഓർഡർ ചെയ്തത് എന്തൊക്കെയാണ്, കമ്പനി ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ പഴംപൊരി, മൈസൂർ ബോണ്ട, പരിപ്പ് വട, സുഗിയൻ, പഫ്സ്, ചിക്കൻ പഫ്, എഗ് പഫ്, എന്താണ് പറയുക, മഷ്റൂം പഫ്, പനീർ പഫ്സ്, ഇതൊക്കെയായിരുന്നു, മുട്ട പഫ്സ്, ഇതൊക്കെയായിരുന്നു അവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ എണ്ണ പലഹാരങ്ങൾ ഭയങ്കര മെനക്കെട്ട പണിയാണ്. ഇതിനെക്കാട്ടിലും ഭേദം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുൾ മീൽസ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി തീർക്കാം. പക്ഷേ എണ്ണ പലഹാരങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ വീട്ടിലുണ്ടാക്കുന്ന എണ്ണ പലഹാരത്തിന് അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതയുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എണ്ണ നമ്മൾ ഇതാക്കില്ല, പഴയ എണ്ണ യൂസ് ചെയ്യില്ല. അന്നത്തെ ദിവസം ഇതിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന എണ്ണയായിരിക്കും. അതിനുശേഷം ബാക്കിയുള്ളതൊന്നും നമ്മൾ യൂസ് ചെയ്യില്ല. അപ്പോൾ തന്നെ നമ്മൾക്ക് പല ആ ഒരു നെഞ്ചരിച്ചിലോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിൽ പാലക്കാടൻ രീതിയിൽ തട്ടുകടയിൽ കിട്ടുന്ന സുഗിയനാണ് ഇത്. അപ്പോൾ ഒരു കമ്പാരിറ്റീവ്ലി നല്ല വലുപ്പമുള്ള സുഗിയനാണ് എൻ്റെ എപ്പോഴും തന്നെ. അതുകൊണ്ട് അത് അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതൊക്കെ പുറമേന്ന് വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് ഒരെണ്ണം കഴിച്ചാൽ തന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ മട്ടുപ്പ് പോലെ തോന്നിക്കുന്ന ഒരു സംഭവമാണ്. അത് എന്തോ ഒരു നെഞ്ചരിച്ചിൽ പോലെ എന്നൊക്കെ നമുക്ക് തോന്നിക്കാറുണ്ട്. പക്ഷേ നേരെ മറിച്ച് ഒരു വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് നമുക്കത് തോന്നിക്കാത്തതിൻ്റെ കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന എണ്ണയാണ്. അത് നമ്മൾ എന്താ പറയുക, അപ്പം തന്നെ അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരു ഫുൾ എണ്ണ പലഹാരം കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ആ എണ്ണ അങ്ങനെ ഡിസ്കാർഡ് ചെയ്യാണ്. നമ്മളതിനെ തിരിച്ച് നമ്മൾ ഒന്നിനും തന്നെ യൂസ് ചെയ്യാറില്ല. അതിലെത്ര എണ്ണ ബാക്കിയുണ്ടെങ്കിലും നമ്മളത് കണ്ണും അടച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ വിനീസ് കിച്ചൺ എൻ്റെ പോളിസി വളരെ ക്ലിയറാണ്. നോ റീയൂസിങ് ഓഫ് ഓയിൽ എന്നാണ് ഞാൻ എപ്പോഴും കരുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ അതിനുണ്ട്, ആ ഫ്രഷ്നെസ് അതിനുണ്ട്. സോ എന്താണ്, മൈസൂർ ബോണ്ടയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ഈ മൈസൂർ
മൈസൂർ ബോണ്ട ഉണ്ടാക്കാൻ. എന്താ കാരണം എന്ന് വെച്ചാൽ അത് തന്നെ സ്വയം തിരിയലും മറിയലും ഒക്കെ ചെയ്തോളും. നല്ല ബും ബും എന്നുള്ള ഒരു ഗുണ്ടായിട്ടുള്ള രീതിയിലാണ് മൈസൂർ ബോണ്ട ഉണ്ടാവുക. അത് ഉണ്ടാക്കുന്ന ആ ഒരു രീതിയാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മൈസൂർ ബോണ്ട. അതും ചട്നിയുടെ കൂടെ വെച്ച് കഴിച്ചാലുണ്ടല്ലോ ഒരു 8-10 ഒക്കെ ഇതാന്ന് പറയുമ്പോഴേക്കും പോവും. അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള മൈസൂർ ബോണ്ടയും അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള പരിപ്പ് വട എന്ന് വെച്ചാൽ എല്ലാവരും പറയാറുണ്ട് വിനീസ് കിച്ചണിലെ പരിപ്പ് വട സൂപ്പറാണെന്ന്. അത് അടുത്ത ദിവസമാണെങ്കിൽ പോലും നല്ല ക്രിസ്പിയിൽ ഇരിക്കുമെന്ന് പറയാറുണ്ട്. സോ താങ്ക് യു സോ മച്ച് ഓർഡർ ചെയ്ത എല്ലാവർക്കും, ഇത് കേൾക്കുന്ന എല്ലാവർക്കും. നിങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും താങ്ക് യു സോ മച്ച്. ഇനി വരുന്ന ചോദ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ എങ്ങനെയാണ് വിനി ഒന്ന് ഓർഡർ ചെയ്യുക എന്ന് ചോദിക്കുന്നവരോട് ഞാനിവിടെ എൻ്റെ ഇൻസ്റ്റാഗ്രാം കൊടുക്കാം. ഐ ആം വിനീസ് കിച്ചൺ എന്ന് പറയുന്നതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം. അതൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് എല്ലാം പറയുന്നതായിരിക്കും. സോ ഇതെല്ലാം തന്നെ നമുക്ക് ഞാൻ ഏകദേശം ഒരു 8 മണിയാകുമ്പോഴേക്കും തന്നെ ഇതെല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ എനിക്ക് പഫ്സിന് കുറച്ച് സമയം വേണമായിരുന്നു. എന്താ വെച്ചാൽ ഇത് ബേക്ക് ചെയ്തെടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടൈം കണക്കാക്കിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നതിൻ്റെ സൈഡായിട്ട് തന്നെ നമ്മൾ പഫ്സും കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഇത്രയും പഫ്സ് ആവണമെങ്കിൽ ബേക്കിംഗ് ടൈമും കൂടി കണക്കാക്കിയിട്ട് വേണം ചെയ്യാൻ. പിന്നെ 9:30 മണിക്ക് അവർ വരും ചെയ്യും. എന്നിട്ട് മാത്രമല്ല എനിക്ക് എന്താണ് പറയുക കമ്പനിയിലുള്ള 600 പേർക്കും ഉള്ള എന്താണ് പറയുക ചായയും കാപ്പിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മളാണ് കൊടുക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം അതെല്ലാവരും വന്ന് 9:30 ആകുമ്പോഴേക്കും അവർ കറക്റ്റായിട്ട് വന്ന് കൊണ്ടുപോയി. ഇനി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അന്നത്തെ ദിവസം ടേബിൾ സെറ്റിങ്ങോട് കൂടിയിട്ട് ഒരു ഈവൻറ്റ് ഉണ്ടായിരുന്നു. സോ രാവിലെ എന്താണ് പറയുക 12 മണിക്ക് ഉച്ചയ്ക്ക് 12 മണി തൊട്ടിട്ട് വൈകുന്നേരം 3:30-4 മണി വരയ്ക്കുമാണ് ആ ഈവൻറ്റ് ഉണ്ടായിരുന്നത്. സോ നമ്മൾ ടേബിൾ സെറ്റപ്പും കൂടി ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. പിന്നെ നമ്മുടെ സർവീസും കൂടി അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ടേബിൾ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് എൻ്റെ തന്നെ ഐഡിയയാണ് ഞാൻ ചെയ്തത്. അവരോട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നോ, എല്ലാം വിനയുടെ ഇഷ്ടപ്രകാരം എന്ന് പറഞ്ഞു. സോ ഒരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് വേണ്ട, കുറച്ചൊരു ക്ലാസി ആയിട്ടുള്ള ലുക്കിൽ വേണമെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മളിങ്ങനെ കൊണ്ടുപോയത്. അപ്പോൾ പാവ് ഭാജീനെ തന്നെ വേറെ ലെവലിലേക്കാണ് എടുത്തിട്ട് കൊണ്ടുപോയത്. അതായത് ഫിംഗർ ഫുഡ്സാണ് അവർ ചോദിക്കുന്നുണ്ടായിരുന്നത്, ഒക്കെ മിനിയേച്ചർ വേർഷൻസ്. അപ്പോൾ അതിനെ പാവ് ഭാജീനെ നമ്മൾ സ്ക്യൂവറിൽ കുത്തിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പുറത്ത് മിനി ഗുലാബ് ജാമുൻ, ഇപ്പുറത്ത് മിനി സാമ്പാർ ഇഡ്ഡലി, അതേമാതിരി തന്നെ ഇത് വെജിറ്റബിൾ കട്ട്ലറ്റ്സ്, പിന്നെ ഡോക്ല, അതിൻ്റെ ചട്നി, 2 തരം ചട്നി, ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് അവർക്ക് എൻ്റെ സർവീസ് അവരുടെ ഇത് ഈവൻറ്റ് തുടങ്ങി മുതൽ വൈകുന്നേരം 4-4:30 വരയ്ക്കും വേണം എന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാം ഈ സ്റ്റാൻഡ് തൊട്ട് ഈ ഒരു എന്താണ് പറയുക എവ്രി സെറ്റപ്പ്, ക്യാൻഡിൽ ലൈറ്റ് തൊട്ട് ഈ ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് തൊട്ട് എവ്രിതിങ് നമ്മൾ ടേക്കൺ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് അവർ അങ്ങനെയാണ് നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ എവ്രി സെറ്റപ്പ് വാസ് ടേക്കൺ കെയർ വെരി വെൽ. ഈവൻറ്റ് വളരെ നന്നായിട്ട് പോയി. അവരുടെ വീട്ടിൽ തന്നെയായിരുന്നു സംഭവം. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ പല ഈവൻറ്റ്സ് ഉണ്ടാവും. നിങ്ങൾക്ക് ഫിംഗർ ഫുഡ്സിൻ്റെ ആവശ്യമുണ്ടാവും, നിങ്ങൾക്ക് പാസ് അറൗണ്ട്സിൻ്റെ ആവശ്യമുണ്ടാവും. നമ്മുടെ സർവീസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും കോൺടാക്റ്റ് ചെയ്യും. നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളുടെ വീട്ടിലത്തെ കാര്യങ്ങൾ ഭംഗിയായിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് ടേക്ക് ഓവർ ചെയ്തിട്ട് നമുക്ക് ചെയ്തു തരാൻ പറ്റും. ബിക്കോസ് ഞാനുണ്ടാവും നിങ്ങളുടെ സർവീസ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്നെ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അങ്ങനെ 4 മണിക്ക് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വന്നു. ബിക്കോസ് നമുക്ക് റെസ്റ്റ് എടുക്കാൻ സമയമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനിയും സംഭവങ്ങൾ പോവാനും ഉണ്ടാക്കാനും ഉണ്ട്. എന്താ വെച്ചാൽ രാത്രി വന്നിട്ട് കൊണ്ടുപോകുന്നവർ വീണ്ടും വരാൻ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് അതിന് മുമ്പായിട്ട് ഞാൻ വിചാരിച്ചു എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു റിഫ്രഷിങ് പ്രോബയോട്ടിക് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് അങ്ങോട്ട് കഴിച്ചിട്ട് ഞാൻ തുടങ്ങാമെന്ന് വിചാരിച്ചു. എന്താ വെച്ചാൽ ഈവൻ്റൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്കിങ്ങനെ ഫുൾ ടൈം ആയിട്ടുള്ള രീതിയിൽ ഒന്ന് ഊണ് കഴിക്കാനോ അങ്ങനെയൊന്നും നമുക്ക് പറ്റില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ അതൊരു മണം അടിച്ചിട്ടും അതേമാതിരി ഫുള്ളായിട്ട് അവിടെ നിന്ന് സർവീസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നല്ല ടയേർഡ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത ജോലി നമുക്ക് മുന്നോട്ടേക്ക് നടന്നു പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് എന്തെങ്കിലും നല്ല ആരോഗ്യമായിട്ടുള്ള രീതിയിൽ നമ്മുടെ വയറ് കംപ്ലീറ്റ് ആയിട്ട് നല്ല കൂളിംഗ് ആയിരിക്കുന്ന രീതിയിൽ നമുക്കൊരു കാര്യം വേണം. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഫേവറേറ്റ് ആണിത്. തൈരും ബ്ലൂബെറിയും അതേമാതിരി തന്നെ തേനും കൂടിയിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഈ ഒരു സ്മൂത്തി. ഇതൊരു ബോട്ടിൽ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ റിഫ്രഷ്മെൻറ്റ് എവിടുന്ന് വന്നു എന്ന് മാത്രം ചോദിച്ചാൽ മതി.
ഇനി നമുക്ക് വന്നിരിക്കുന്ന ഓർഡറിൽ എന്തായിരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ പായസമില്ലേ, അടപ്പായസം, ആ അടപ്പായസം ശർക്കര ഇട്ടിട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അടപ്പായസം ശർക്കര ഇട്ടിട്ടുള്ള രീതിയിൽ അതും ചെയ്തു കൊടുത്തു. അതേമാതിരി തന്നെ ഫ്രഷ് ആയിട്ടുള്ള മാംഗോ പിക്കിളിന് നല്ല ഡിമാൻഡാണ്. കിളിമൂക്കൻ മാങ്ങയാണ് വിനീസ് കിച്ചണിൽ യൂസ് ചെയ്യുന്നത്. ഫ്രഷായിട്ട് നമ്മൾ അച്ചാർ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല നമുക്ക് നാരങ്ങ അച്ചാറും ഉണ്ടാക്കി നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫ്രഷ് ആയിട്ടുള്ള മാങ്ങ അച്ചാർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിരിക്കുന്ന ഓർഡർ എന്തായിരുന്നു എന്ന് വെച്ചാൽ മിക്സ്ചർ എന്ന് പറയുന്നത്. പിന്നെ വന്നിരിക്കുന്ന ഓർഡർ നമ്മുടെ ബട്ടർ മുറുക്ക്, അതേമാതിരി തന്നെ അരിമുറുക്ക്, അതേമാതിരി പൊട്ടുകടല മുറുക്ക്, ഇങ്ങനെയുള്ളതായിരുന്നു. അപ്പോൾ ഇതെല്ലാം വന്നിട്ട് നമ്മൾ നേരത്തെ തന്നെ നമ്മൾ ചെയ്തു വെക്കുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് അപ്പോൾ തന്നെ വന്നിട്ട് ഉണ്ടാക്കി ചുട്ടിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ തലേ ദിവസം തന്നെ നമ്മൾ ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് എല്ലാം തന്നെ നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ഒരു സ്റ്റൈലാണ്. സോ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇനി നമ്മൾ ഉണ്ടാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിന്നറിന് ക്ലയൻറ്റ് വന്ന് എടുത്തിട്ട് പോകുന്ന കാര്യങ്ങൾ, അവർക്ക് മഞ്ഞ ലഡ്ഡു വേണമായിരുന്നു. അത് ഞാൻ മുറുക്ക് ഉണ്ടാക്കിയ സമയത്ത് തന്നെ മഞ്ഞ ലഡ്ഡുവും കൂടി ഉണ്ടാക്കി വെച്ചു, ഇല്ലെങ്കിൽ കറക്റ്റായിട്ട് അതിൻ്റെ ഷേപ്പ് കിട്ടില്ല. പിന്നെ അവർക്ക് വേണ്ടത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. പുളിശ്ശേരി, അവിയൽ, അതേമാതിരി കൂട്ടുകറി, ഇത്ര മാത്രം മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചോറ് പോലും വേണ്ട രാത്രിക്ക് ഡിന്നറിന്. ഇനി ഒരു 3 ദിവസത്തേക്കുള്ള കൂട്ടാനാണ് അവരെടുക്കണതെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വളരെ ബിസി ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. സോ വീണ്ടും ഒരുപാട് പേര് ഇതിൽ ചോദിക്കും, എങ്ങനെ ഇത് രാവിലെ മുതൽ ഇതുവരെയ്ക്കും രാത്രി വരയ്ക്കും ഇങ്ങനെ പണിയാൻ പറ്റണമെന്നുള്ളത്. വീണ്ടും ഞാൻ ഒരേ കാര്യം തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത്. ഞാനൊരു ഷെഫാണ്, എൻ്റെ തൊഴിൽ ഇതാണ്, എൻ്റെ ജോലി ഇതാണ്. നിങ്ങൾ ആ ഒരു വീട്ടമ്മ എന്നുള്ള നിലയിൽ നിങ്ങൾ കമ്പയർ ചെയ്ത് ഇതിനെ കാണരുത്. സോ എൻ്റെ ഒരു വളരെ ബിസി ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ദിവസമാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നത്. എല്ലാവർക്കും വളരെ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്തൊരു വ്ളോഗിൽ കാണാട്ടുള്ളൂ.